ഹരി ഓം. എല്ലാവർക്കും വിനീതമായ പ്രണാമം. ശ്രീമദ് ഭഗവത്ഗീത പഠന ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നോക്കൂ, എപ്പോഴാണോ ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിലെ സ്വാർത്ഥമായ ആഗ്രഹങ്ങളെ മാറ്റി നിർത്തി തൻ്റെ ലക്ഷ്യത്തെ നേടുവാൻ വേണ്ടി കഠിനമായി പ്രയത്നിക്കുന്നത്, അവിടെ മാത്രമാണ് അവന് അവൻ്റെ ജീവിതത്തിൽ സംതൃപ്തിയും കൃതാർത്ഥതയും ആനന്ദവും അനുഭവപ്പെടുന്നത്. അപ്പോൾ പിന്നെ പൊതുവേ ഒരു ചോദ്യം നമ്മുടെ മനസ്സിൽ ഉണ്ടായി പറ്റൂ. എന്താണ് ആ ചോദ്യം? ചോദ്യം ഇതാണ്, അതായത് ഈ ആഗ്രഹവും ലക്ഷ്യവും രണ്ടും രണ്ടാണോ? അതെ, തീർച്ചയായിട്ടും അതെ. ഇപ്പോൾ നമ്മുടെ മനസ്സിൽ ആഗ്രഹവും ലക്ഷ്യവും രണ്ടും രണ്ടു തന്നെയാണ്. അതെങ്ങനെ സംഭവിച്ചു എന്നല്ലേ? ശ്രദ്ധിക്കൂ. അഥവാ ഒരു മനുഷ്യന് സ്വന്തം ജീവിതത്തിൽ തൻ്റെ ലക്ഷ്യത്തെ നേടണമെങ്കിൽ അതിന് അതികഠിനമായ പരിശ്രമം അത്യാവശ്യമാണ്. എന്നാൽ ആഗ്രഹങ്ങളെ നേടാൻ അങ്ങനെയല്ല. അത് വെറും ഒരാലസ്യ സുഖമാണ്. വെറുതെ ഇരുന്ന് മൊബൈലിൽ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും യൂട്യൂബും നോക്കിയിരിക്കുക, അത് മനസ്സിൻ്റെ ഒരു സ്വഭാവമായി മാറി. ആ ഒരു മൊബൈലിൽ നിന്നും കിട്ടുന്ന സുഖം അനുഭവിക്കാനാണ് പൊതുവെ മനസ്സിന് ആഗ്രഹവും. അതായത് പണിയെടുക്കാതെ സന്തോഷം ലഭിക്കണം, മെനക്കെടാതെ വിശ്രമിക്കണം, അധ്വാനമില്ലാതെ സുഖം ലഭിക്കണം. ഇതാണ് പൊതുവെ മനസ്സിൻ്റെ സ്വഭാവം. എന്നാൽ വളരെ ചുരുക്കം മനസ്സുകളിൽ ആഗ്രഹവും ലക്ഷ്യവും ഒന്നായി മാറുന്ന അത്യത്ഭുതകരമായ മാറ്റം, പരിവർത്തനം നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഏതെങ്കിലും ഒരു നിമിഷം നമ്മുടെ ആഗ്രഹവും ലക്ഷ്യവും ഒന്നായി തീർന്നാൽ പിന്നീട് ആ ലക്ഷ്യത്തെ നേടുന്നതിൽ നമുക്കധികം പ്രയാസമുണ്ടാകില്ല. കാരണം അവിടെ മനസ്സ് ലക്ഷ്യത്തിൽ സമർപ്പിതമാണ്. ലക്ഷ്യം നേടുവാൻ എന്തു കഠിനമായ പ്രയാസങ്ങളെ അനുഭവിക്കുവാനും നേരിടാനും അവിടെ മനസ്സ് സജ്ജമായിരിക്കും. ഇനി നമുക്ക് ഭഗവത്ഗീതയിലേക്ക് തിരികെ വരാം. ഒരു നിമിഷം അതിനു മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ ചോദ്യവും അതിനുള്ള ഉത്തരവും കണ്ടതിന് ശേഷം നമുക്ക് ഭഗവത്ഗീതയിലേക്ക് പ്രവേശിക്കാം. ചോദ്യം ഇതായിരുന്നു, ശ്രദ്ധിച്ചു കേൾക്കൂ. മോക്ഷം എന്നത് സത്യമാണോ അതോ വെറും വിശ്വാസമാണോ? മോക്ഷത്തെ നേടുവാൻ വാസ്തവത്തിൽ മനുഷ്യൻ ഈ ജീവിതത്തിൽ പ്രയത്നിക്കേണ്ട ആവശ്യമുണ്ടോ? ചിലർക്കാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ മോക്ഷത്തെ കൈവരിക്കാൻ സാധിക്കും. എന്നാൽ മറ്റു ചിലർക്കതിന് കഴിയുന്നില്ല. നോക്കൂ, ഈ ചോദ്യം ചോദിച്ചതാരായാലും ആദ്യമായി തന്നെ ഞാൻ അയാളെ അഭിനന്ദിക്കുകയാണ്. കാരണം മനസ്സിലുള്ള സംശയങ്ങൾ ചോദിക്കാതെ അത് മൂടിവെച്ചാൽ അതിനുള്ള ഉത്തരം ഒരിക്കലും പ്രാപ്തമാവുകയില്ല. എനിക്ക് വളരെയധികം സന്തോഷം തോന്നുകയാണ്. അത്യന്തം ശ്രേഷ്ഠമായൊരു ചോദ്യമാണിത്. അതുകൊണ്ട് എല്ലാവരും ഇതിനെ വ്യക്തമായി മനസ്സിലാക്കേണ്ടതും അത്യാവശ്യമാണ്. ഏറ്റവും ആദ്യം നമ്മൾ പ്രവേശിക്കുന്നത് എന്താണ് മോക്ഷം എന്ന ചോദ്യത്തിലേക്കാണ്. ശ്രദ്ധിക്കൂ. വാട്ട് ഈസ് മോക്ഷ? മോഹക്ഷയ ഇതി മോക്ഷ എന്നാണ് ശാസ്ത്രം നമ്മെ പഠിപ്പിക്കുന്നത്. മോഹം ക്ഷയിക്കുന്ന അവസ്ഥയെയാണ് മോക്ഷം എന്ന് വിളിക്കുന്നത്. മോഹം ക്ഷയിക്കുന്ന അവസ്ഥ. അങ്ങനെയെങ്കിൽ വീണ്ടും ഒരു ചോദ്യം ഉയർന്നു വന്നു അവിടെ. മോഹം എന്ന ശബ്ദത്തിന് അർത്ഥം എന്താണ്? മലയാളത്തിൽ നമ്മൾ മോഹം എന്ന വാക്ക് ഉപയോഗിക്കാറുണ്ട്. മലയാളത്തിൽ മോഹത്തിനർത്ഥം ആഗ്രഹം എന്നാണ്, ഇഷ്ടം. എന്നാൽ സംസ്കൃതത്തിൽ മോഹമെന്ന ശബ്ദത്തിൻ്റെ അർത്ഥം മുഹ്യതി അനേന ഇതി മോഹ. ഏതെല്ലാം ചിന്തകളാണോ നമ്മുടെ മനസ്സിനെ തളർത്തുന്നത്, നമ്മുടെ മനസ്സിനെ അശാന്തമാക്കുന്നത്, മനസ്സിനെ അസ്ഥിരമാക്കുന്നത്, മനസ്സിൽ ഭയം ജനിപ്പിക്കുന്നത്, ഈ എല്ലാ ചിന്തകളും ഒരുമിച്ച് നമ്മൾ ചേർത്തെടുത്താൽ അതുതന്നെയാണ് മോഹം. മനസ്സിനെ ദുർബലമാക്കുന്ന ഏതൊരു ചിന്തയും അത് മോഹം തന്നെയാണ്. അപ്പോൾ മോക്ഷമെന്നാലോ ഈ മോഹം ക്ഷയിക്കുന്ന അവസ്ഥ.
അതിനർത്ഥം മോക്ഷം എന്ന അവസ്ഥയെ കൈവരിച്ചു കഴിഞ്ഞാൽ പിന്നീട് മനസ്സു കാരണം നമുക്കുണ്ടാകുന്ന സുഖദുഃഖങ്ങളോ ലാഭനഷ്ടങ്ങളോ ഭയമോ ക്രോധമോ സുഖമോ ദുഃഖമോ മാനമോ അപമാനമോ ഈ ലോകത്തിൽ ഒരു സാധാരണ മനുഷ്യ മനസ്സ് നേരിടുന്ന യാതൊരു മാനസിക സംഘർഷങ്ങളും നമ്മുടെ മനസ്സിനെ ഒരൽപ്പം പോലും അലട്ടുകയില്ല. അതിലൂടെ നാം തീർച്ചയായും കടന്നു പോയിക്കൊണ്ടേയിരിക്കും, പക്ഷേ അത് മനസ്സിനെ സ്പർശിക്കുകയില്ല. ഏതുപോലെ? താമരയിലയിൽ നിൽക്കുന്ന വെള്ളം പോലെ. ഇതിൽ നിന്നും ഒരു കാര്യം നമുക്ക് സ്പഷ്ടമാണ്. മോക്ഷമെന്നത് ശരീരം ഉപേക്ഷിച്ചതിനു ശേഷം കൈവരിക്കേണ്ട ഒന്നല്ല, മറിച്ച് ജീവിച്ചിരിക്കുമ്പോൾ കൈവരിക്കേണ്ട അവസ്ഥയാണ് മോക്ഷമെന്നത്. ഇനി അടുത്ത ചോദ്യം, എന്തുകൊണ്ടാണ് ചിലർക്ക് വളരെ പെട്ടെന്ന് മോക്ഷത്തെ കൈവരിക്കാൻ സാധിക്കുന്നത്, എന്നാൽ മറ്റു ചിലർക്കതിന് സാധിക്കാത്തത്? നോക്കൂ, ഭഗവത്ഗീതയിൽ 7-ാം അധ്യായത്തിൽ ഭഗവാൻ കൃഷ്ണൻ തന്നെ പറയുന്നുണ്ട്, ബഹൂനാം ജന്മനാമന്തേ ജ്ഞാനവാൻ മാം പ്രപദ്ധ്യതേ. അനേകം ജന്മങ്ങൾക്കു ശേഷമാണ് ഒരു ജ്ഞാനി എന്നെ പ്രാപിക്കുന്നത്. ഇനിയൊരു കാര്യം ശ്രദ്ധിക്കൂ. ആദിശങ്കരാചാര്യസ്വാമികൾ 8-ാമത്തെ വയസ്സിനുള്ളിൽ തന്നെ എല്ലാ ശാസ്ത്രങ്ങളും ഉപനിഷത്തുകളും പഠിച്ചു തീർത്തു. അത്രയും ചെറിയ പ്രായത്തിൽ അത്രയും അറിവിനെ ഗ്രഹിക്കുവാനുള്ള ബുദ്ധിശക്തി, അതിനുള്ള യോഗ്യത അദ്ദേഹത്തിന് എവിടെ നിന്നാണ് ലഭിച്ചത്? നിസ്സംശയം ഇത് കഴിഞ്ഞ ജന്മങ്ങളിലെ കഠിനമായ പ്രയത്നത്തിൻ്റെ പ്രതിഫലമാണ്. അതുകൊണ്ട് ആരെങ്കിലും അവരുടെ ജീവിതത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ആധ്യാത്മികമായ പുരോഗതിയിൽ അത്യുന്നതരാകുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവരുടെ യോഗ്യത മാത്രമാണ്. ഈ ജന്മത്തിലല്ല, കഴിഞ്ഞ ജന്മങ്ങളിൽ അനുഷ്ഠിച്ച തപസ്സിൻ്റെ യോഗ്യതയാണത്. അതുകൊണ്ട് എല്ലാവർക്കും ആധ്യാത്മികമായ പുരോഗതി, ധർമ്മ അർത്ഥ കാമ മോക്ഷ, 4-ാമത്തെ പടിയായ മോക്ഷം, അതല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരം എന്ന അവസ്ഥയെ കൈവരിക്കുവാൻ വളരെ കഠിനമായി പരിശ്രമിക്കേണ്ടത് അത്യാവശ്യമാണ്. അതിനൊരു ചുരുങ്ങിയ പാതയോ എളുപ്പവഴിയോ എവിടെയുമില്ല. ഒരേയൊരു പാതയേ ഉള്ളൂ അതിന്: തപസ്, കൃത്യനിഷ്ഠയും അനുഷ്ഠാനവും. അതുകൊണ്ട് എല്ലാവരും യോഗ്യരാണ് വാസ്തവത്തിൽ. പക്ഷേ യോഗ്യരായി തീരുന്നത് അവനവൻ പരിശ്രമിക്കാൻ തയ്യാറാകുമ്പോൾ മാത്രമാണ്. ഇനി മോക്ഷമെന്നത് നാം ഈ ജീവിക്കുന്ന ഈ ജീവിതത്തിൽ ആവശ്യമാണോ? ഇതാണ് അടുത്ത ചോദ്യം. അതായത്, ഒരു വ്യക്തി മോക്ഷം നേടുവാൻ വേണ്ടി പരിശ്രമിക്കേണ്ട ആവശ്യമുണ്ടോ? ശ്രദ്ധിക്കും, വിശക്കുന്ന സമയത്ത് ഭക്ഷണം കഴിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്നത് പോലെയാണിത്. വിശക്കുന്ന സമയത്ത് ഭോജനം ലഭിച്ചാൽ മാത്രമേ ശരീരത്തിനും മനസ്സിനും സന്തോഷവും ശാന്തിയും ലഭിക്കൂ. ഇതുപോലെ തന്നെയാണ് ഈ സംസാര ചക്രത്തിൽ അകപ്പെട്ട് ജീവിതത്തിൻ്റെ സുഖത്തിലും ദുഃഖത്തിലും ഭയത്തിലും വിഭ്രാന്തിയിലും സ്ട്രെസ്സിലും അനേകം ചിന്തകളിലും അകപ്പെട്ട് ദുഃഖിക്കുന്ന ഒരു മനസ്സിന് യഥാർത്ഥമായ ശാന്തിയും ശാശ്വതമായ ആനന്ദവും അനുഭവിക്കണം എന്നാഗ്രഹമുണ്ടെങ്കിൽ മാത്രം മോക്ഷത്തെ കൈവരിക്കുക എന്നത് അത്യാവശ്യമാണ്. അതുകൊണ്ട് മോക്ഷം എന്നതൊരിക്കലും അന്ധമായ ഒരു വിശ്വാസമല്ല, മറിച്ച് അത് ഇവിടെ ജീവിച്ച് അനുഭവിക്കേണ്ട ഒരു സത്യമാണ്. എന്നാൽ ആരും നമ്മളെ നിർബന്ധിക്കുന്നില്ല, നോക്കൂ, നീ ഈ ജന്മത്തിൽ തന്നെ മോക്ഷത്തെ കൈവരിക്കണം, പോയി പ്രയത്നിക്ക്, അല്ലെങ്കിൽ നിനക്ക് ശിക്ഷ ലഭിക്കും, മോക്ഷം കൈവരിച്ചില്ലെങ്കിൽ നീ മരണത്തിന് ശേഷം നരകത്തിൽ പോകും എന്നൊന്നും പറഞ്ഞ് ഒരിക്കലും ഇവിടെ ശാസ്ത്രം, ഋഷി നമ്മെ ഭയപ്പെടുത്തുന്നില്ല. ഇത് അവനവൻ്റെ സ്വതന്ത്രമായ തിരഞ്ഞെടുക്കലാണ്. മോക്ഷത്തെ കൈവരിക്കണോ? തീർച്ചയായും പ്രയത്നിക്കും. അല്ലെങ്കിൽ വേണ്ട, ഈ ജന്മം ഞാൻ അങ്ങനെ ആസ്വദിച്ച് ജീവിക്കട്ടെ, മോക്ഷമൊക്കെ പിന്നീട് കൈവരിക്കാം എന്നൊരു ചിന്താഗതിയാണോ? തീർച്ചയായിട്ടും അങ്ങനെ ജീവിച്ചു. ഇവിടെ ലാഭവും നഷ്ടവും കേവലം അവനവന് മാത്രമായിരിക്കും. ഇത് ഓർമ്മയിരിക്കട്ടെ. അതുകൊണ്ട് അന്തിമമായി ശാസ്ത്രം നമുക്ക് തരുന്ന നിർദ്ദേശം, മുന്നറിയിപ്പ് ഇതാണ്: മോക്ഷം എന്നത് മാത്രമാണ് ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ യഥാർത്ഥ
ഉദാത്തമായ ലക്ഷ്യം എന്ന് കരുതി സമ്പത്ത് നേടുവാനോ സ്വന്തം ജോലികൾ ചെയ്യുവാനോ സ്വന്തം കുടുംബകാര്യങ്ങൾ നോക്കുവാനോ ശ്രദ്ധയില്ലാതാകണം, അത് ചെയ്യരുത് എന്നല്ല. അതെല്ലാം നമ്മൾ ചെയ്യേണ്ടത് തന്നെയാണ്. പക്ഷേ ഈ ജീവിതത്തിൻ്റെ ലക്ഷ്യം പൂർണ്ണമാകുന്നത് അത് സത്യം തിരിച്ചറിയുമ്പോൾ മാത്രമാണ്. അതുകൊണ്ട് സത്യത്തെ തിരിച്ചറിയുവാൻ പ്രയത്നിക്കുക എന്നത് എല്ലാ മനുഷ്യരുടെയും പ്രഥമമായ കർത്തവ്യം തന്നെയാണ്. എന്നു കരുതി അതിനുവേണ്ടി മറ്റു കർത്തവ്യങ്ങളെ ഉപേക്ഷിക്കണം എന്നൊരിക്കലും പറയുന്നില്ല. അങ്ങനെ ഉപേക്ഷിക്കുവാനും പാടില്ല. പ്രയത്നിച്ചു കൊണ്ടേയിരിക്കുക. നമ്മൾ ആരുമായിക്കൊള്ളട്ടെ, ഏതവസ്ഥയിലായിക്കൊള്ളട്ടെ, ഏതു സാഹചര്യത്തിലായിക്കൊള്ളട്ടെ, ഏത് ജോലി ചെയ്യുന്നവരായിക്കൊള്ളട്ടെ, എല്ലാ ദിവസവും രാവിലെ ഒരു 5 മണിക്ക് എണീറ്റ് ചുരുങ്ങിയതൊരു 15 മിനിറ്റ് സമയം സാധന അനുഷ്ഠിക്കുവാൻ വേണ്ടി മാറ്റിവെക്കൂ. എന്നിട്ട് അനുഭവിച്ചറിയൂ ഈ മനസ്സിന് വരുന്ന മാറ്റം. ഇങ്ങനെയൊരു ചോദ്യം ചോദിച്ചതിൽ വാസ്തവത്തിൽ എനിക്കും വളരെ സന്തോഷമുണ്ട്. ഇതെല്ലാവർക്കും പ്രയോജനപ്പെടട്ടെ. ഏവർക്കും ഭഗവാന്റെ അനുഗ്രഹം പ്രാപ്തമാകട്ടെ. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഹരി ഓം, പ്രണാമം.